ഈ LDF സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയനും കൂട്ടർക്കും വേണ്ടി അഴിഞ്ഞാടിയിട്ടുള്ള നേതാക്കന്മാരും അതുപോലെ തന്നെ ഇവരുടെ അണികളുമൊക്കെ ഒന്നൊന്നായിട്ട് ഇപ്പം ജയിലിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പോലീസുകാരൻ പിന്നെ എന്താ പറയുന്നത്, സുരക്ഷാ ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, ഡിവൈഎഫ്ഐയുടെ കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാക്കിയവരാണെങ്കിലും ശരി, ഇവരെല്ലാം ഒന്നിനു പുറകെ. പറഞ്ഞാൽ ഷാഫി പറമ്പിലിനെ പൂട്ടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ. ഷാഫി പറമ്പിലിനെ ഒരു മോശക്കാരനും വർഗീയവാദിയൊക്കെ ചിത്രീകരിച്ച് ജയിക്കാം എന്ന് കരുതി ഉണ്ടാക്കിയതാണ് ഈ പരിപാടി. ഏതായാലും ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവിനെ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീസ് അങ്ങ് പൊക്കിയിട്ടുണ്ട്. ജിതിൻ ഭാസ്കർ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം എന്താണ് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന LDFന്റെ ഒരു ഗ്രൂപ്പിലേക്ക് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു. വേറെ ഒരുതനോടുണ്ട്, റിബേഷ് രാമകൃഷ്ണൻ. അതെ, റിബേഷ്. അദ്ദേഹമാണ് റെഡ് എന്താ പറയുന്നത് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ, റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്. അപ്പോൾ ആദ്യ അന്വേഷണ സംഘം തെളിവില്ലെന്ന് കണ്ട് കേസ് അവസാനിപ്പിച്ചിടത്തു നിന്നാണ് പിന്നെ ഇത് വന്നത്. മറ്റേ മുസ്ലിം ലീഗിന്റെ ആ പ്രവർത്തകൻ, അയാളുടെ പേരിലാണല്ലോ ഇത് ഇറങ്ങിയത്. കാസിമിന്റെ പേരാണ് ഇറങ്ങിയത്. കാസിം കേസ് കൊടുത്തു. വേറെ കാസിം കേസ് കൊടുത്തു. അതുകൂടാതെ പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന ലീഗിന്റെ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് ഈ അന്വേഷണം ആരംഭിക്കുന്നത്. ആദ്യം തെളിവില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയെടുത്തതെന്ന് കൊണ്ട് തന്നെ ഇത് തുടങ്ങി. അങ്ങനെ ഇത് ആദ്യം പ്രചരിപ്പിച്ചത് ഈ ജിതിൻ ഭാസ്കർ ആണെന്ന് കണ്ടെത്തി. ഇവരൊക്കെ ചെറുമീനുകളാണെന്നാണ് പറയുന്നത്, വലിയ മീനുകൾ അല്ല. അത് ഇപ്പൊ ഞാനിന്ന് ശ്രദ്ധിച്ചത് ഇടത് സൈബർ ഹാൻഡിലുകളുടെ ഒരു പ്രചാരണമുണ്ട്. അവർ പറയുന്നത് ഇത് പ്രചരിപ്പിച്ചു എന്ന പേരിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇതാരുണ്ടാക്കി എന്ന് കണ്ടെത്തി. ഇത് ഉണ്ടാക്കിയത് മുസ്ലിം ലീഗുകാർ തന്നെയാണെന്ന് ഇവരുടെ ഒരു പ്രചാരണം അങ്ങനെയാണല്ലോ. അതായത് മുസ്ലിം ലീഗുകാരനാണ് ഉണ്ടാക്കി എങ്കിൽ, ഇവർ പ്രചരിപ്പിച്ചു എങ്കിൽ, അപ്പോൾ ആ മുസ്ലിം ലീഗുകാരൻ നേരിട്ട് ഇവർക്ക് കൊടുത്തതായിരിക്കുമല്ലോ. അതെ, അങ്ങനെ ആയിരിക്കണമല്ലോ അത് വരേണ്ടത്. അല്ലാതെ പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു മുസ്ലിം ലീഗുകാർ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു. ഞാനിപ്പം ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്, ഇത് ഞാൻ ഒരാൾക്ക് ഷെയർ ചെയ്യണം. ആ ആള് ഷെയർ ചെയ്യുന്നിടത്ത് വേണമല്ലോ ഈ ആള് എടുത്ത് കൊടുക്കാനായിട്ട്. ഏതായാലും കോഴിക്കോട്ടൊക്കെ ഉള്ള ചില CPMന്റെ പ്രമുഖരായ നേതാക്കളുടെ മക്കൾ ഇതിന്റെ പിന്നിലുണ്ട്. അതും ചില മാധ്യമപ്രവർത്തകരുടെയും കൂടെ കൂട്ടത്തോടു കൂടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അവരെല്ലാം ഉണ്ട്. ഈ KK ലതിക എന്ന് പറയുന്ന നേതാവൊക്കെ ഇതിനകത്ത് ഒരുപാട് അറിയാം, ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് കേരളത്തിൽ ഈ രാജ്യത്തെ ഒരു നിയമം എനിക്ക് ബാധകമല്ല എന്ന രീതിയിൽ പെരുമാറിയ ഒരു നേതാവിന്റെ മോനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇതിൽ കാണും. അല്ല, ഇതിനകത്ത് ഇപ്പം ഇവർ പറഞ്ഞുകൊണ്ട് വെക്കുന്ന ഇവരുടെ ഈ CPMന്റെ ഈ സൈബർ സേനകളുടെ ഈ ന്യായീകരണ പോസ്റ്റുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ന്യായീകരണ തൊഴിലാളികൾ പുറപ്പെടുവിക്കുന്ന പോസ്റ്റ്. ഇത് ഉണ്ടാക്കിയവനെ കണ്ടുപിടിക്കൂ, അതൊരു മുസ്ലിം ലീഗുകാരനായിരിക്കും. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതെങ്ങനെ ഈ ജിതിൻ ഭാസ്കറുടെ കൈ വന്നു എന്നുള്ളത് എന്താണെങ്കിലും അവർക്ക് സൂചന കിട്ടിയിട്ടുണ്ടാവും. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ഇത് ഉണ്ടാക്കിയവനെ കണ്ടെത്തണം. ഇതിപ്പം പ്രചരിപ്പിച്ചവർക്ക് എനിക്ക് തോന്നുന്നു അത്രയും വലിയ കുറ്റം. ഇവിടെ നമ്മൾ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യം, കോൺഗ്രസിന്റെ സൈബർ വിങ് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ അലർട്ട് ആകേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ, ഇതിന്റെ പിന്നിലുള്ളവരെ പിടികൂടാനൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് ചുമല ആർക്കെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അതായത് ഇതിനകത്ത് ഇപ്പോൾ പറയുന്ന പോലീസിന്റെ ഒരു കണ്ടെത്തൽ, ഇത് ജിതിൻ ഭാസ്കരൻ വടകര സ്ക്വാഡ് എന്ന ലെഫ്റ്റ് ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും DYFI നേതാവ് റിവേഷ് രാമകൃഷ്ണൻ റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിലും പ്രചരിപ്പിച്ചു എന്നാണ് ഇവരുടെ പ്രാഥമിക നിഗമനം. പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ചും ഇത് ആരുണ്ടാക്കി എന്നതിനെക്കുറിച്ചും ഇപ്പോഴും അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ്. കേരള പോലീസിന്റെ സൈബർ സംഘം വിചാരിച്ചു, അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള സൈബർ വേറെ ഉണ്ടല്ലോ, അവർ വിചാരിച്ചാൽ കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. ഒന്നൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. ഇവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, 3-ാം തവണ ഞങ്ങൾ ഇതിനെ ഭരിക്കാൻ വരുമെന്ന്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയിരുന്നത്. ഇവന്മാരെ 9 പേരെയാണ് ചോദ്യം ചെയ്തത്. 9 പേരെ ചോദ്യം ചെയ്തിട്ട് അതിൽ നിന്നാണ് ഇപ്പോൾ ഈ പറയുന്ന ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് പ്രചരിപ്പിച്ചത് ഇയാളാണ് എന്നുള്ള ഇതിലാണ്. അപ്പോൾ ശരിക്കും ഇതിനകത്ത് പ്രധാന പരാതിക്കാരൻ ഈ മുഹമ്മദ് കാസിമാണ്, MSFന്റെ പ്രവർത്തകനാണ്. MSF അയാളെ തലയ്ക്കാണ് ഇരുന്നത് ആദ്യം. അയാൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു. അല്ല, അയാളുടെ ഫോണല്ല ഇവർ പിടിച്ചോണ്ട് പോയില്ലേ? അതെ. അവസാനം അയാളെ ഇവർ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു. ഈ കാസിമിന്റെ പേരിലേക്ക് ഇവരാക്കി കൊടുത്തു. നമുക്കറിയാം CPMനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാവിനാണോ ആയുസ് പഞ്ഞോന്ന് ചോദിച്ച പോലെ ഈ പറയുന്ന ഇവർ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഇവർ എന്ത് വൃത്തികേടും കാണിക്കുമായിരുന്നു, എന്ത് വൃത്തികെട്ട കളികളും കളിക്കും, എന്ത് വൃത്തികേടും കാണിക്കുമായിരുന്നു. ആ കാണിക്കുന്ന ആരെ അവർക്ക് കള്ളക്കേസിൽ കൊടുക്കാം. അതിനായിട്ട് അവർ വ്യാജ തെളിവുണ്ടാവും. വേറെ ഒന്നും വേണ്ട, ഒരു വ്യാജ മൊഴി മതി. നമുക്കെതിരെയൊക്കെ എത്ര കേസ് വന്നിട്ടുണ്ട്, എത്ര മൊഴി വന്നിട്ടുണ്ട്. യാതൊരു സമൂഹത്തിൽ വിശ്വാസതയില്ലാത്ത ആളുകൾ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലും നമുക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതായത് അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ്സുകാരായിട്ടുള്ള എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയൊരു വിഭാഗത്തിന് അനഭിമതരായിട്ടുള്ള സ്ത്രീകൾ, അവരെ മൊഴി അങ്ങോട്ട് ചെന്ന് ഇവർ മേടിച്ച് കേസെടുപ്പിച്ചിട്ടുണ്ട് നമുക്കെതിരെ. പിന്നെ ഇതിനായിട്ട് തന്നെ ഇവർ കുറെ ആൾക്കാരെ നിയോഗിച്ചിരുന്നു.
തൊഴിലാളി കൊടുപ്പിക്കാനായിട്ട്. എന്നിട്ട് ഈ പരാതിയിൽ ഇവർ കള്ളപ്പരാതി കൊടുക്കുന്നു. അതിന്റെ യാതൊരു നിജസ്ഥിതി അന്വേഷിക്കാതെ FIR ഇടുന്ന കേസുകൾ ഒരുപാടുണ്ട്. അങ്ങനെ FIR ഇട്ട ഒരുത്തൻ ഇപ്പം നെട്ടോട്ടം ഓടുന്നുണ്ട് ഞങ്ങളുടെ അടൂരിൽ. എസ് മനോജ് എന്ന് പറയുന്ന അടൂരിലെ CPMന്റെ ഏരിയ സെക്രട്ടറി. അയാൾ നമുക്കെതിരെ ഒരു കള്ളപ്പരാതി കൊടുത്ത് അയാളുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് എടുത്തു. ഇപ്പോൾ അയാൾ നെട്ടോട്ട് കൊടുക്കുക. എന്താണ് കാര്യം? പുതിയ സർക്കാർ വരുമ്പോഴത്തേക്ക് ഈ കേസ് പുനരന്വേഷിക്കും. അന്വേഷിച്ചിട്ട് ഇത് കള്ളത്തരത്തിൽ ഇയാൾ ചെയ്തതാണെന്നുള്ളത് വരും. പണിയാണ്. മാത്രമല്ല ഇയാൾ വേറെ കുറേ കേസുകളിൽ ഇയാൾ ആരോപണ വിധേയനാണ്. ഒരു DYFI നേതാവ് ജോയലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ ആരോപണ വിധേയനാണ്. അവിടെ തന്നെ ഒരു തട്ടിപ്പുകാരി ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് വാർത്ത കൊടുത്ത അവരിപ്പോൾ ആത്മകഥ എഴുതാൻ പോകുന്നുണ്ട്. അതിന് അവരെ പിന്തിരിപ്പിക്കാൻ ഇപ്പോൾ ഇയാൾ ഓടി നടക്കുന്നുണ്ട്. ഇതിൽ ഈ ജോയലിൻ്റെ കുടുംബത്തിൽ അയാളുടെ പിതാവിനെ ചെന്ന് കണ്ട് ഇയാൾ കയ്യും കാലും പിടിച്ച് ഞാൻ ഇതിനുണ്ടായിരുന്നില്ല എന്ന് കരയുകയാണ് ഇപ്പോൾ എന്ന് കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ സംഭവങ്ങളെല്ലാം ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. ഇവരുണ്ടാക്കി വെച്ച ഈ അടൂർ ലോബി എന്ന് പറയുന്ന CPMന്റെ ലോബി ഉണ്ടാക്കി വെച്ച ഒരുപാട് കള്ളക്കേസുകളുണ്ട്. അതെല്ലാം പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതിയും വന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാരടക്കം കൊടുക്കാൻ പോവുകയാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ കേസും നമ്മളും അത് സംബന്ധിച്ച് ഉള്ള ഒരു അന്വേഷണത്തിന് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ നമുക്കെതിരെ എടുത്ത ഒരുപാട് കള്ളക്കേസുകളുണ്ട്. അതെല്ലാം ഈ കാഫിർ സ്ക്രീൻഷോട്ട് പോലെ ഇവരുണ്ടാക്കി വെച്ച എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇവരുണ്ടാക്കി വെച്ച കള്ളക്കേസുകൾ നിരവധിയുണ്ട്. അതെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവും നിലവിൽ ഉണ്ട്. ഏതായാലും കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ യഥാർത്ഥ വില്ലന്മാരിലേക്ക് വലിയ താമസം അന്വേഷണത്തും അത് വമ്പന്മാരായിരിക്കും. ഈ ചെറുമീനുകളൊന്നുമല്ല, വലിയ ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും തന്നെയാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കുടുങ്ങുകയെന്ന് വെച്ചാൽ അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഗ്യാങ് ഒരു മാഫിയ സംഘം അവിടെ ഉണ്ടായിരുന്നു. അതായത് PV അൻവറിന്റെ നേതൃത്വത്തിൽ, ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകയുടെ നേതൃത്വത്തിൽ, ഈ പറഞ്ഞ മുൻ MLAയുടെ നേതൃത്വത്തിൽ, അവരുടെ കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ അവർ രക്ഷപ്പെട്ട ഏഷ്യാനെറ്റിനെ, മറുനാടൻ മലയാളി, അതുപോലെ നിരവധി സാധുക്കളായുള്ള യുവാക്കളെ എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് ഇവരുണ്ടാക്കിയ വ്യാജ വാർത്തകൾക്കും വ്യാജ സ്ക്രീൻഷോട്ടുകൾക്കും അതിരില്ല. ഇതിനെല്ലാം പൊളിച്ചെടുക്കാനുള്ള 5 വർഷമാണ് മുന്നിൽ കിടക്കുന്നത്. ഈ സമയം കൊണ്ട് എന്തായാലും ഇതിലെല്ലാം ഒരു തീരുമാനം എടുക്കണം. എടുത്തില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളോട് മാപ്പ് തരില്ല. കാരണം അത്രത്തോളം ജനങ്ങൾ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. എത്രയോ സാധാരണക്കാരെ